പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ വരുന്നത് ചില പ്രത്യേക നിയോഗങ്ങൾ അവരുടെ മേൽ വരുമ്പോഴാണ്. അത് വരും, അത് നിവർത്തിച്ച് കഴിയുമ്പം പോവും. എന്നാൽ എന്നിലും നിങ്ങളിലും എന്നേക്കും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നൽകി തന്നിട്ടുണ്ട്. ചിലർ പ്രസംഗിക്കുമ്പോൾ അത് തിരിച്ചു പറയുന്നുണ്ട്, പരിശുദ്ധ ആത്മാവോ. സ്തോത്രം. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവെന്ന് ഒന്നിച്ചെഴുതിയേക്കണത്. പിന്നെ ഒരു പ്രസംഗ ശൈലി, അത് പ്രസംഗ ശൈലി ഒരാൾ കാണിച്ചാൽ പിന്നെ അത് എല്ലാവരും കൊള്ളാമെന്ന് കണ്ടാൽ ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന് എഴുതിയിരിക്കുന്നത്, രണ്ടാക്കിയല്ല എഴുതിയേക്കണേ, പരിശുദ്ധ ആത്മാവ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. ഹാനോക്ക് വിശുദ്ധനായിട്ടാണ് ജീവിച്ചത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാമോ. മൂന്നാമത്, ഹാനോക്കിനോട് ചോദിച്ച ഹാനോക്ക് പറയും കൂട്ടായ്മക്കാരില്ലായിരുന്നു. നമുക്കോ എന്തോരം കൂട്ടായ്മക്കാരാ. സ്തോത്രം. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ, ഒരു തലമുറ മുഴുവൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഒരൊറ്റ വ്യക്തി, തൻ്റെ കുടുംബം മാത്രമാണ് ആ ജീനിയോളജിയിൽ വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത്. ദൈവത്തോടൊന്ന് കൂടെ നടന്ന ഒരൊറ്റ ആളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, ആ കുടുംബത്തെക്കുറിച്ചാണ്. ഇന്ന് ദൈവത്തോട് കൂടെ നടക്കുന്ന വിശുദ്ധന്മാരായി എത്രയോ പേരുണ്ട്. നിനക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു ക്ഷീണം വരുമ്പോൾ, ഒരു തളർച്ച വരുമ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ 3 പേരെങ്കിലും ഉണ്ടെന്നുള്ളത് ഉള്ളവർ മാത്രമൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത്. ചിലതൊന്നും പൊങ്ങിയില്ല, കരം ഇല്ല എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കൈ പൊക്കാത്തവർ മനസ്സിലാക്കണം, ഞാൻ ശരിയായിട്ടില്ല. സ്തോത്രം. അപ്പോൾ പുതിയ നിയമ ഭക്തന്മാരുടെ നോക്കിക്ക് നമുക്ക് എന്തുണ്ട്? കൂട്ടായ്മ, ഫെലോഷിപ്പ്. ഹല്ലേലൂയ. അതൊരു ഷിപ്പ് തന്നെയാണ്. ഒരു ഷിപ്പിനകത്ത് എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ, ഒരു പ്രതികൂലത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്താൻ, ഒന്ന് ഉറപ്പിക്കുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുണ്ട്? കൂട്ടായ്മക്കാരുണ്ടെന്നേ. സ്തോത്രം.